ഹായ് കുട്ടീസ്, ഒന്നാം ക്ലാസ് തഫ്ഹീമുൽ ഖിറാഅയുടെ 15ാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. അർക്കാനുൽ ഈമാൻ. ഇതുപോലൊരു ചാപ്റ്റർ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു? അർക്കാനുൽ ഇസ്ലാം അല്ലേ? ഇസ്ലാം കാര്യങ്ങൾ എത്ര ഉണ്ടായിരുന്നു? ഓർമ്മ ഉണ്ടോ? എത്ര? മാഷാ അല്ലാഹ്, അപ്പം എല്ലാവർക്കും ഓർമ്മയൊക്കെ ഉണ്ട് അല്ലേ? എത്ര? 5 കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെയാണ് ഇസ്ലാം കാര്യങ്ങൾ? അങ്ങോട്ട് പോരട്ടെ. ഏതൊക്കെയായിരുന്നു? കലിമ ഷഹാദത്ത്, 5 സ്വലാത്ത്, പുണ്യ സക്കാത്ത്, റമദാനിലെ നോമ്പ്, 5ാമത്തേത് എന്തായിരുന്നു? ഹജ്ജ് അല്ലേ? ഒക്കെ നമ്മൾ പഠിക്കൽ നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. ഇസ്ലാം കാര്യമൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരും നമുക്ക്. അപ്പം നമ്മൾ ഇസ്ലാം കാര്യം പഠിച്ചു. ഇത് എന്താണ്? ഈമാൻ കാര്യങ്ങൾ 6 ഇസ്ലാം കാര്യം 5, ഈമാൻ കാര്യം 6. നോക്കാം. ഈമാൻ കാര്യം 6 6 അറിയൽ ഫർളാണ്. ഈമാൻ കാര്യം 6 അറിയൽ ഫർളാണ്. അല്ലാഹുവിലെ വിശ്വാസം ഈമാൻ കാര്യമിലൊന്നാണ്. അപ്പോൾ 1ാമത്തെ കാര്യം എന്താണ്? അല്ലാഹുവിലെ വിശ്വാസം. അല്ലാഹുവിൽ വിശ്വസിക്കുക. അല്ലാഹു ആണ് നമ്മുടെ ഇലാഹ്. അവനല്ലാതെ വേറൊരു ഇലാഹു ഇല്ല എന്നെന്ത് ചെയ്യണം? നമ്മൾ വിശ്വസിക്കണം. അതാണ് 1ാമത്തെ കാര്യം. പിന്നെയോ, മലക്കുകൾ അവരിലെ വിശ്വാസം ഈമാൻ കാര്യമിൽ 2. 2ാമത്തെ കാര്യമാണ് എന്ത്? മലക്കുകൾ അവരിലെ വിശ്വാസം. മലക്കുകളിൽ എന്ത് ചെയ്യുക? വിശ്വസിക്കുക. മലക്കുകളുണ്ട് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ 1 അല്ലാഹുവിലെ വിശ്വാസം, 2 മലക്കുകളിലെ വിശ്വാസം. പിന്നെയോ, റബ്ബിൻ കുത്തുബിലെ വിശ്വാസം ഈമാൻ കാര്യമിൽ 3. റബ്ബിൻ കുത്തുബിലെ വിശ്വാസം, അതാണ് എന്ത്? 3ാമത്തെ കാര്യം. കുത്തുബിലെ വിശ്വാസം എന്ന് പറയുമ്പോൾ കിതാബുകൾ, അല്ലാഹു തആല ഇറക്കിയിട്ടുള്ള കിതാബുകൾ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വസിക്കണം. ആ കിതാബുകളെ കുറിച്ചൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. മലക്കുകളെ കുറിച്ചും കിതാബിനെ കുറിച്ചും നബിമാരെ കുറിച്ചും എല്ലാം നമ്മൾ എന്ത് ചെയ്യും? മുകളിലേക്കുള്ള ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് വിശദമായിട്ട് പഠിക്കും. അപ്പോൾ നമ്മൾ ഈമാൻ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്താണ് 3ാമത്തെ കാര്യം? റബ്ബിൻ കുത്തുബിലെ വിശ്വാസം. പിന്നെയോ, റുസുലുകൾ അവരിലെ വിശ്വാസം ഈമാൻ കാര്യമിൽ 4. അപ്പോൾ 4ാമത്തെ കാര്യമാണെന്ത്? റുസുലുകൾ അവരിലെ വിശ്വാസം. റുസുലുകളിലുള്ള വിശ്വാസം, അതായത് നബിമാരിലുള്ള വിശ്വാസം, അതാണ് എന്ത്? 4ാമത്തെ കാര്യം. പിന്നെയോ, അന്ത്യദിനത്തിലെ വിശ്വാസം ഈമാൻ കാര്യമിൽ 5. അന്ത്യദിനം, ഖിയാമത്ത് നാൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിൽ നമ്മൾ വിശ്വസിക്കുക. അതാണ് എന്ത്? 5ാമത്തെ കാര്യം. നെക്സ്റ്റോ, ഖദർ ഖലാഇലെ വിശ്വാസം ഈമാൻ കാര്യമിൽ 6. ഖദർ ഖലാ, ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ അള്ളാഹുവിൻ്റെ ഖലാഉകളാണ്, ഖദർ ഖലാഉകളാണ് അല്ലേ? അള്ളാഹു ഉദ്ദേശിക്കുന്നതാണ് നമ്മുടെ ഈ ലോകത്ത് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം അതിൽ നമ്മൾ എന്ത് ചെയ്യുക? വിശ്വസിക്കുക. അപ്പോൾ ഖദർ ഖലാഇലെ വിശ്വാസം ഈമാൻ കാര്യമിൽ 6. 6 നമ്മൾ അറിഞ്ഞിടണം, ഈമാൻ ഖൽബിൽ ഉറച്ചിടണം. 6 കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ പിന്നെ മറക്കരുത് കേട്ടോ. അതാണ് ഖൽബിൽ ഉറച്ചിടണം. നമ്മുടെ ഹൃദയത്തിൽ അതങ്ങോട്ട് പതിയണം. പിന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അത് പോകാൻ പാടില്ല. മറന്നൊന്നും നമ്മൾ പോകാൻ പാടില്ല. അപ്പോൾ ഈമാൻ കാര്യങ്ങൾ 6 ഉണ്ട് അല്ലേ? 6ഉം നമുക്കറിയൽ എന്താണ്? ഫർളാണ്. ഏതൊക്കെയാണ്? 1 അല്ലാഹുവിലെ വിശ്വാസം, 2 മലക്കുകളിലെ വിശ്വാസം, 3 റബ്ബിൻ കുത്തുബിലെ വിശ്വാസം, 4 റുസുലുകളിലെ വിശ്വാസം, 5 അന്ത്യദിനത്തിലെ വിശ്വാസം, 6 ഖദർ ഖലായിലെ
വിശ്വാസം. ഈ 6 കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിടണം. അത് നമ്മുടെ ഈമാൻ എന്ത് ചെയ്യണം, നമ്മുടെ ഖൽബിൽ ഉറച്ചിടണം. ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. നഖ്റ, വായിക്കാം. നമ്മളിപ്പോൾ ഈ ഒരു ചാപ്റ്റർ അറബി മലയാളത്തിലാണല്ലേ പഠിച്ചത്. അപ്പോൾ ഇവിടെ ഇതിൽ വന്നിട്ടുള്ള ചില അറബി മലയാളം ലെറ്റേഴ്സ് നമുക്ക് ഇവിടെ കാണാം. ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. ഏതാണ്? റ, റാ, ര. റായിനെ എഴുതിയിട്ട് ഇതിൻ്റെ താഴെ നമ്മളൊരു പുള്ളി കൊടുത്താൽ അതെന്തായി? ര ആയി കേട്ടോ. ഇത് ഡ. ഡ പറയുമ്പോൾ റായിന് മുകളിൽ 2 പുള്ളി കൊടുക്കുക. അപ്പോൾ എന്തായി? ഈ ഒരു ഡ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ റാ, രാ, ഡ. ഇതും വേറൊരു ഢ. നമ്മൾ ഇപ്പോൾ ഢക്ക എന്നൊക്കെ എഴുതും അല്ലേ. നമ്മൾ നഴ്സറിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഈ അക്ഷരം വരുന്ന വാക്കുകൾ. അതിന് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ ഢ എഴുതിയില്ലേ, അതിൻ്റെ കൂടെ ഒരു ഹായിനെ കൊടുത്താൽ എന്തായി? ഢ ആയി. ഇത് ഴ, നമ്മൾ മഴ, പുഴ എന്നൊക്കെ എഴുതാൻ ഉപയോഗിക്കുന്ന ഴ. ഇതെന്താണ്? റായിനെ എഴുതിയിട്ട് മുകളിൽ 3 പുള്ളി കൊടുക്കുക. എല്ലാതും റാ തന്നെയാണ് അല്ലേ. അവിടെയും ഇവിടെയൊക്കെ ഓരോ പുള്ളിൻ്റെയും ഷദ്ദിൻ്റെയും ഒക്കെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് അറബി മലയാളം പഠിച്ചെടുക്കാൻ സിമ്പിളാണ്. അപ്പോൾ റാ, രാ, ഡ, ഢ, ഴ. ഇത് വരുന്ന കുറച്ച് അക്ഷരങ്ങൾ, വാക്കുകൾ നോക്കാം. എന്താണ്? പറഞ്ഞു, പറഞ്ഞു, തെരഞ്ഞു, പഠിച്ചു, അഴിച്ചു, അഴിച്ചു. പറഞ്ഞു, തെരഞ്ഞു, പഠിച്ചു, അഴിച്ചു. ഇതെന്താണ്? നമ്മൾ ഊവനുഷിതു. ഇവിടെ നമ്മൾ വിട്ട ഭാഗം പൂരിപ്പിച്ചു കൊടുക്കാം. എന്താണ്? ഈമാൻ കാര്യം 6ആണ്. പിന്നെയോ ആറും അറിയൽ ഫർളാണ്. അല്ലാഹുവിലെ വിശ്വാസം ഈമാൻ കാര്യമിലൊന്നാണ്. മലക്കുകൾ അവരിലെ വിശ്വാസം ഈമാൻ കാര്യമിൽ 2ആണ്. റബ്ബിൻ കുത്തുബിലെ വിശ്വാസം ഈമാൻ കാര്യമിൽ 3ആണ്. റുസുലുകൾ അവരിലെ വിശ്വാസം ഈമാൻ കാര്യമിൽ 4ആണ്. അന്ത്യദിനത്തിലെ വിശ്വാസം ഈമാൻ കാര്യമിൽ 5ആണ്. ഖദർ ഖലായിലെ വിശ്വാസം ഈമാൻ കാര്യമിൽ 6ആണ്. 6ഉം നമ്മൾ അറിഞ്ഞിടണം. ഈമാൻ കൽബിൽ ഉറച്ചിടണം. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വരുന്ന വരികൾ നമുക്ക് അവിടെ ചേർത്തിട്ട് പാടിക്കൊടുക്കാം. അടുത്തത് എന്താണ്? നുജീബു. നമുക്ക് 7 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അവിടെ. അതിൻ്റെ ഉത്തരം നമ്മൾ പറയണം. അവിടെ എഴുതണ്ട കേട്ടോ, നമ്മൾ പറഞ്ഞാൽ മതി. എന്താണ്? ഈമാൻ കാര്യം എത്ര? 5 അല്ലേ? അല്ല. എത്രയാ? അപ്പം 5 എന്നുള്ളത് ഏത് കാര്യം? ഇസ്ലാം കാര്യം അല്ലേ. ഈമാൻ കാര്യം 6. ഒന്നാമത്തേത് ഏതാ? അല്ലാഹുവിലെ വിശ്വാസം. വെരി ഗുഡ്. മൂന്നാമത്തതോ? രണ്ടാമത്തേത് ഏത്? രണ്ടാമത്തെ ഈമാൻ കാര്യം ഏതാ? റബ്ബിൻ കുത്തുബിലെ വിശ്വാസം. പിന്നെയോ മൂന്നാമത്തേത് ഏത്? റബ്ബിൻ കുത്തുബിലെ വിശ്വാസം അല്ലല്ലോ രണ്ടാമത്തത് അല്ലേ. മലക്കുകൾ അവരിലെ വിശ്വാസം അല്ലേ. ഇനി മൂന്നാമത്തത് ഏതാ? അവിടെയാണ് റബ്ബിൻ കുത്തുബിലെ വിശ്വാസം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ്ട കേട്ടോ. നെക്സ്റ്റ് എന്താണ്? നാലാമത്തത് ഏതാണ്? റുസുലുകൾ അവരിലെ വിശ്വാസം. അഞ്ചാമത്തേത് അന്ത്യദിനത്തിലെ വിശ്വാസം. ആറാമത്തെ കാര്യം ഖദർ ഖലായിലെ വിശ്വാസം. വെരി ഗുഡ്. അപ്പോൾ 6 കാര്യങ്ങളും പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്തത് എന്താണെന്നറിയോ? നുഷിദു ബൈനൽ ഫരീഖൈനി. ഇത് നമ്മുടെ ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്യണം? 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിലുള്ള കുട്ടികൾ ഒരു ഭാഗത്തുള്ളത് ഇങ്ങനെ ചൊല്ലും,
അടുത്ത ഗ്രൂപ്പിലുള്ള കുട്ടികൾ മറ്റ് ഭാഗത്തുള്ള ചൊല്ലും. കണ്ടോ? അപ്പോൾ ഇവിടെ ഈമാൻ കാര്യം മാറാണ്. അത് ഈ ബാദാദ് ഗ്രൂപ്പാണ് പറഞ്ഞത്. നെക്സ്റ്റ് ഖുദ്സ് ഗ്രൂപ്പ്, ആറും അറിയൽ ഫർദാണ്. ഇവിടെ നമ്മൾ അവർ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക താഴെ കേട്ടോ. ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ നമുക്കിതിനെ മനോഹരമായിട്ട് അവതരിപ്പിക്കാം. ഇപ്പോൾ ആൺകുട്ടികളൊരു ഗ്രൂപ്പ്, പെൺകുട്ടികളൊരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് ആൺകുട്ടികൾ ഒരു ഭാഗത്തുള്ള പാട്ടിനെ ചൊല്ലുക, പെൺകുട്ടികൾ അതിന് നേരെ അപ്പുറത്തുള്ള വരി ചൊല്ലുക. അപ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മൾ നല്ല രസത്തിലൂടെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഉഷാറായിട്ട് ഈമാൻ കാര്യങ്ങൾ പഠിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ്സോട്ട് നമുക്ക് വീണ്ടും കാണാം.